അടുത്തതൊരു JEE ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മളുടെ ടെക്സ്റ്റിൽ ജസ്റ്റ് ഒരു മോഡൽ, ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ, ഒരു മോഡൽ ജസ്റ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ബോർഡ് പരീക്ഷയും കാര്യങ്ങൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ അങ്ങനെ ഒത്തിരി അങ്ങനെ കണ്ടിട്ടില്ല. ബട്ട് ഇപ്പോൾ നമ്മളുടെ സിലബസ് കാര്യങ്ങളൊക്കെ മാറി കുറച്ചും കൂടെ ഡിഫിക്കൽട്ടി ലെവലൊക്കെ കൂടുന്നത് കൊണ്ട് ഈ മോഡൽ ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക മക്കളെ, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്കറിയാം, നമ്മൾ സാധാരണ x റിലേറ്റഡ് ടു y എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. ഇവിടെ എക്സിന് പകരം ഓർഡേർഡ് പെയേഴ്സ് ആണ് ഈ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം. ലെറ്റ് x ഈക്വൽ ടു r ക്രോസ് r ഡിഫൈൻ എ റിലേഷൻ r ഓൺ x. ഓക്കെ, അപ്പൊ r ക്രോസ് r ൽ നിന്നാണ് റിലേഷൻ പറയുന്നത്, അല്ലാതെ r ൽ നിന്നല്ല റിലേഷൻ പറയുന്നത്. ഓക്കെ, ഓൺ x ആസ് ordered pair a1 b1 related to ordered pair a2 b2 implies b1 equal to b2. Okay, statement 1 പറയുന്ന r equivalence relation ആണ്. Statement 2 പറയുന്ന for some ab element of x the set is such that നമ്മൾ ഈ ഒരു കണ്ടീഷൻ വെച്ച് വരുന്ന s നെയാണ് പറഞ്ഞിട്ടുള്ളത് represents a line parallel to y equal to x. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇക്വലൻസ് ക്ലാസ് ആയിട്ട് വരുന്നത് ലൈൻ പാരലൽ ടു x ആണ്. y equal to x ന് പാരലൽ ആയിട്ടുള്ള ലൈനാണ് ആ ക്ലാസ്സിനകത്ത് വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് നമുക്ക് ഇവിടെ അറിയാം എന്താണ്, ഓർഡേർഡ് പെയേഴ്സ് ആണ് നമ്മളുടെ എലമെന്റ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എക്സ് വൈ എന്നുള്ളതല്ല, നമ്മൾ സാറിന് എക്സ് റിലേറ്റ് ടു വൈ എന്നൊക്കെ പറയും. ഇവിടെ എക്സും വൈ ഒക്കെ എന്താണ്, ഓർഡേർഡ് പെയേഴ്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ a1 b1 റിലേറ്റ് ടു a1 b1 ആകണമെങ്കിൽ ആ രീതിക്ക് വേണം നിങ്ങൾ ചിന്തിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം റിഫ്ലെക്സീവ് നോക്കാം. റിഫ്ലെക്സീവിന്റെ കേസ് നോക്കിക്കേ മക്കളെ. റിഫ്ലെക്സീവ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സെയിം ആൾക്കാർക്ക് എ ബി ഈക്വൽ ടു എ ബി ആകണം. ഓക്കെ, സോറി, എ ബി റിലേറ്റഡ് ടു എ ബി ആയിരിക്കണം. എ റിലേറ്റ് ടു എയോ ബി റിലേറ്റ് ടു ബിയോ അങ്ങനെയൊന്നും അല്ല, എ ബി റിലേറ്റഡ് ടു എ ബി. ഇവിടെ ഓർഡേർഡ് പെയേഴ്സ് ആണ് എലമെന്റ്. ഓക്കെ, അപ്പൊ എ ബി റിലേറ്റഡ് ടു എ ബി ആണോ എന്നാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. നമുക്കറിയാം അതിന്റെ സെക്കൻഡ് വാല്യൂസ് സെയിം ആണോ എന്നാണ് നോക്കുന്നത്. നമുക്കറിയാം ബി ഈക്വൽ ടു ബി ആണ് അല്ലേ, ബി ഈക്വൽ ടു ബി ആണെന്നുള്ളത് നമുക്കറിയാം. ബി ഈക്വൽ ടു ബി ആണ്, വിച്ച് ഇംപ്ലൈസ് എ ബി റിലേറ്റഡ് ടു ആര് തന്നെയായിരിക്കും, റിലേറ്റഡ് ടു എ ബി തന്നെയായിരിക്കും. അതുകൊണ്ട് എന്താണ്, റിഫ്ലെക്സീവ് ആണ്. ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. എന്താ മക്കളെ, റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, അടുത്ത് സിമ്മട്രിക് നോക്കാം. സിമ്മട്രിക് നോക്കിക്കേ മക്കളെ. സിമ്മട്രിക് നമുക്ക് a1 b1 റിലേറ്റഡ് ടു a2 b2 ആണെങ്കിൽ, ഓക്കെ നോക്കിക്കേ, നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം, b1 ഈക്വൽ ടു b2 ആണ്. b1 ഈക്വൽ ടു b2 ആണെങ്കിലാണ് a1 b1 റിലേറ്റ് ടു a2 b2 ആകുന്നത്. തിരിച്ച് b1 ഈക്വൽ ടു b2 ആണെങ്കിൽ നമുക്ക് എന്തും പറയാം, b2 ഈക്വൽ ടു b1 ആയിരിക്കും. സോ അതിൽ നമുക്ക് എന്ത് പറയാം, a2 b2 എന്ന് പറയുന്നത് റിലേറ്റഡ് ടു a1 b1 ആയിരിക്കും. ഓക്കെ, ഇവിടെ ഓർഡേർഡ് പെയേഴ്സ് ആയിട്ടാണ് എലമെന്റ്സ് കിടക്കുന്നത്. അത് ശ്രദ്ധിക്കുക, നിങ്ങളെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനവും അതായിരിക്കും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എ ബി എക്സ് വൈ എന്നൊന്നും അല്ല എലമെന്റ് കിടക്കുന്ന, എ കോമ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആണ് എലമെന്റ്. ഓക്കെ, അടുത്തിന് ട്രാൻസിറ്റീവ് നോക്കാം. ട്രാൻസിറ്റീവ് എന്താ പറയുന്നത്, a1 b1 റിലേറ്റ് ടു a2 b2, a2 b2 റിലേറ്റ് ടു a3 b3. മൂന്ന് ആൾക്കാരെ വെച്ചാണ് പറയുന്നത്. സോ a1 b1 റിലേറ്റഡ് ടു a2 b2, അതുപോലെ a2 b2 റിലേറ്റഡ് ടു a3 b3. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആദ്യത്തെ നമുക്ക് എന്ത് പറയാം, b1 ഈക്വൽ ടു b2. രണ്ടാമത്തേന്ന് എന്ത് പറയാം, b2 ഈക്വൽ ടു b3. ഓക്കെ, b2 ഈക്വൽ ടു b3. അഥവാ നമുക്ക് പറയാം a1 b1 ഈക്വൽ ടു b2 ഈക്വൽ ടു b3. അഥവാ ഇതിൽ നമുക്ക് പറയാം b1 ഈക്വൽ ടു എന്താണ് മക്കളെ, b3 ആണെന്ന് പറയാം. b1 ഈക്വൽ ടു b3 ആണ്. b1 ഈക്വൽ ടു b3 ആണെങ്കിൽ എന്താണ് മക്കളെ, a1 b1 ഓക്കെ റിലേറ്റഡ് ടു a3 b3 ആയിരിക്കും. ഓക്കെ, അപ്പൊ a1 b1 a2 b2 റിലേറ്റഡ് ആണ്, a2 b2 a3 b3 റിലേറ്റഡ് ആണെങ്കിൽ ഇത് ഇതിനേക്ക് റിലേറ്റഡ് ആക്കണം. അതാണ് നോക്കി കിട്ടിയില്ലേ. സോ എന്താണ്, ട്രാൻസിറ്റീവ് ആണ്. therefore it is ട്രാൻസിറ്റീവ്. അതെന്താണ്, ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അത് ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. അപ്പൊ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. സോ എന്ത് റിലേഷൻ ആണ്, ഇക്വലൻസ് റിലേഷൻ ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് xy എലമെന്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് അത് റിലേറ്റഡ് ആകണമെങ്കിൽ, ഓക്കെ റിലേറ്റഡ് ആകണമെങ്കിൽ നമുക്കറിയാം y ഈക്വൽ ടു എന്താകണം മക്കളെ, b ആകണം. ഓക്കെ, നമുക്കിവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കുന്നത്.
സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാൻ സ്റ്റേറ്റ്മെന്റ് 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് 1 ആണ് നോക്കിയിട്ടുണ്ടായിരുന്ന. ഓക്കെ, ഇനി എക്സ് വൈ റിലേറ്റഡ് ടു എ ബി ആണെങ്കിൽ, എക്സ് കോമ വൈ റിലേറ്റഡ് ടു എ ബി ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, y ഈക്വൽ ടു ബി ആണ്. y ഈക്വൽ ടു എന്താണ് മക്കളെ, ബി ആണ്. y ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്, y ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ് വരുന്നത്. എ ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുത്തെ ഓർഡർ പേര് എക്സും വൈയും ആണ് നമുക്ക് തരണം. അപ്പൊ y ഈക്വൽ ടു ബി, y ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. y ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്താണ് മക്കളെ, y ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലൈനുകളെയാണ്. ഹൊറിസോണ്ടൽ ലൈൻ അഥവാ ഇറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ, therefore S represents എന്താണ്, represent line parallel to x axis, parallel to x axis. Okay, or we can say that y equal to 0. y equal to 0 എന്ന് പറയുന്ന ലൈനിനെ, ലൈൻ പാരലൽ ആയിട്ടുള്ള ലൈനുകളെയാണ് എസ് റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലാതെ y equal to x എന്ന് പറയുന്ന ലൈനിനെ ആണോ? അല്ല. സോ ഇത് തെറ്റാണ്. ഓക്കെ, y ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം y ഈക്വൽ ടു എക്സ് ആണ്. y ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമ്മളുടെ ഗ്രാഫ് നമ്മളുടെ ആക്സിസ് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ലൈൻ പോകുന്നത്. ഈ ക്രോസ് ആയിട്ട് എക്സും വൈയും സെയിം ആയിട്ട് വരുന്നെങ്കിൽ ഐഡന്റിറ്റി ആണ്. ഓക്കെ, സോ അത് ഇങ്ങനെ ഡയഗണൽ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ ഗ്രാഫ് സൂചിപ്പിക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനുകളെയാണ്. രണ്ടും പാരലൽ ആണോ? അല്ല. ഓക്കെ, സോ അതുകൊണ്ട് ഇത് തെറ്റാണ്. y ഈക്വൽ ടു 0 അഥവാ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്ന y ഈക്വൽ ടു എക്സിനെ അല്ല. സോ നമുക്ക് ഇവിടെ നിന്ന് പറയാം സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്താ പറയാൻ പറ്റുന്നത്, S1 കറക്റ്റ് ആണ്. ഓക്കെ, S2 ആണെങ്കിലോ റോങ് ആണ്. സോ അതാണ് നമുക്ക് ഇവിടുന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് കാണും. ഓപ്ഷൻസ് ഈ ഒരു രീതിക്കായിരിക്കും. Both the statements are correct. Both the statements are false. S1 correct, but statement 1 is correct, but statement 2 is wrong. Okay, അടുത്ത statement 1 is wrong, but statement 2 is correct. ആ ഒരു രീതിക്കുള്ള ഓപ്ഷൻസ് ആയിരിക്കും കാണുന്ന. അപ്പോൾ അതിൽ നമുക്ക് പറയാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഫാൾസ് ആണ് എന്നുള്ളത്.